ഹലോ ഗൈസ്, നമ്മളിന്ന് പോകുന്നത് പാരീസിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആയ സാക്രക്കോറിലേക്കാണ്. നിങ്ങൾ ആ സ്റ്റേഴ്സ് കണ്ടോ? ആ സ്റ്റേഴ്സിലാണ് ജോൺ വിക്ക് സിനിമയിലെ ക്ലൈമാക്സിൽ ജോൺ വിക്ക് ഉരുണ്ട് വീഴുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. സാക്രക്കോറിൽ നടന്ന് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടുത്തെ ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പടി കയറി വരുമ്പോൾ നമ്മൾ കാണുന്ന വ്യൂ ആണ്, സാക്രക്കോറിൻ്റെ വ്യൂ ആണ് ഇത്. നല്ല ഭംഗിയല്ലേ ഗൈസ്? ഇത് കണ്ടോ ഗൈസ്? ഇത് ഇവിടുത്തെ ആൾക്കാർ ചെയ്യുന്നതാണ്. ഇവിടുത്തെ ആൾക്കാരല്ല, ടൂറിസ്റ്റുകളും എല്ലാവരും ചെയ്യുന്നതാണ് ലവ് ലോക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് ഇത്, ലവ് ലോക്ക്. ഇത് ഇങ്ങനെ നമുക്ക് സാക്രക്കോറിന് ചുറ്റുമുള്ള ഇങ്ങനത്തെ ആ ഗ്രില്ലിലെല്ലാം ഇത് നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ ഗൈസ്? ഇത് നമ്മൾ സാക്രക്കോറിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന വ്യൂ ആണ്. ഈ വ്യൂ ആണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. വീഡിയോ കാണുന്നതിനെക്കാട്ടി നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഈ സാക്രക്കോർ ഇരിക്കുന്നത് നമ്മുടെ പാരീസിലൊരു നാച്ചുറൽ പോയിന്റിലാണ്, പീക്ക് പോയിന്റിൽ എന്നാണ് പറയപ്പെടുന്നത്. വൺ ഓഫ് ദ പീക്ക് പോയിന്റ് ആട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ഉള്ളതുകൊണ്ട് ഇതേപോലെ ചെറിയ ചെറിയ കച്ചവടക്കാരുണ്ട്. ഇവർ ആക്ച്വലി ഇല്ലീഗലാണ് ഇങ്ങനെ വിൽക്കുന്നത്. പോലീസ് കണ്ടവരെ പിടിക്കും ആക്ച്വലി. ഇത് നമ്മൾ ആ വ്യൂ പോയിൻ്റ് താഴെ കാണുന്ന വ്യൂ ആണ്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇത് കയറി വേണം നമ്മൾ ഈ സാക്രക്കോറിലേക്ക് വരാൻ. ഒരുപാട് എൻട്രൻസ് ഉണ്ട്, ചുറ്റും എൻട്രൻസ് ആണ്. അതാണ് മെയിൻ എൻട്രൻസ്. സാക്രക്കോറിൻ്റെ ഫ്രണ്ടിലുള്ള പടികളിലെല്ലാം ആൾക്കാർ ഇരുന്ന് ഇങ്ങനെ ആ വ്യൂ കണ്ട് ആസ്വദിക്കും. അത് കണ്ടോ ഗൈസ്? ഒരു ഫ്ലൈറ്റ് പോകുന്നതുണ്ടോ? നല്ല ഭംഗിയുള്ളൊരു വ്യൂ അല്ലേ ഇത്? അത് കണ്ടോ ഗൈസ്? കുറേ സ്റ്റുഡൻസ് സാക്രക്കോർ വിസിറ്റ് ചെയ്യാൻ വരുന്നതാണ്. യൂറോപ്യൻ കൺട്രീസിലുള്ളതാണോ പുറത്തുള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല. കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ലവ് ലോക്സ്? അത് കണ്ടോ? ഫുള്ള് ലവ് ലോക്സ് ആണ്. ഇങ്ങനത്തെ ഗ്രില്ലിലെല്ലാം ആൾക്കാർ വെച്ചിട്ടുണ്ട്. ചില ടൈമിൽ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട്, ഈ സ്റ്റെപ്സിൻ്റെ ഫ്രണ്ടിലായിട്ട് ആൾക്കാർ മ്യൂസിക് ഷോയ്, അവരുടെ ആർട്ട് വർക്ക് അങ്ങനെയൊക്കെ നടക്കാറുണ്ട്. ഇന്നില്ല. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഗൈസ്. സാക്രക്കോറിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇതും ഉള്ളത്, ബസ്. ഇത് കണ്ടോ ഗൈസ്? ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള വണ്ടിയാണ്. സാക്രക്കോറിൻ്റെ ചുറ്റും ഇങ്ങനെ ഈ വണ്ടിയിൽ കറങ്ങി കാണാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആൾക്കാർ ഇവിടെ പെർഫോം ചെയ്യാറുണ്ട്. അതാണ് ഗൈസ്. ഇത് കണ്ടോ ഗൈസ്? ഈ ക്യൂ നിന്ന് വേണം നമ്മൾ അകത്ത് കയറാൻ. എൻട്രി എല്ലാവർക്കും ഫ്രീ ആണ്. ഞാൻ സാക്രക്കോർ വരുന്നതിന് മുന്നേ കുറച്ച് റിസർച്ച് ചെയ്തപ്പോൾ ഞാൻ അറിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ 1885 മുതൽ ഇവിടെ നോൺ സ്റ്റോപ്പ് പ്രെയറാണ് നടക്കുന്നത്. അതുമല്ല, ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഒരു വാറിന് ശേഷം ഹോപ്പിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓപ്സ് ഗൈസ്, ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡല്ല, ഫുഡ് ഒന്നും അലൗഡല്ല. എന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാം. ഇത് നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന എൻട്രൻസിന് തൊട്ട് മുന്നേ ഉള്ള ഒരു ഇതാണ്. ഇത് അവിടെ നിന്ന് കാണുന്ന വ്യൂ ആണ്. നല്ല രസമുണ്ട്. ഇതാണ് ഗൈസ് ഇതിൻ്റെ എൻട്രൻസ്, മെയിൻ എൻട്രൻസ്, അകത്തോട്ട് കയറുന്നത്. ഇതിങ്ങനെ വലിയൊരു 3 ഡോറുണ്ട്. അതിൻ്റെ എക്സിറ്റായിട്ട് വരുന്നത് ലാസ്റ്റത്തെ ആ ഡോറാണ്. ഇവിടെ പ്രോപ്പറായിട്ടുള്ള ഡ്രസ്സുകൾ മാത്രമേ അലൗഡുള്ളൂ. നമ്മുടെ ബീച്ച് ഡ്രസ്സൊന്നും അലൗഡല്ല. ഇത് നമ്മുടെ ആഗ്രഹം എഴുതാനുള്ള ബുക്കാണ് ഗൈസ്. ഇത് സാക്രക്കോറിൻ്റെ മിനിയേച്ചർ. ഈ ചിത്രങ്ങൾ ഇത്രയും ഭംഗിയാവുന്നത് ആ സൺലൈറ്റ് അടിക്കുമ്പോഴാണ് ഗൈസ്. ഇത് നമ്മുടെ എക്സിറ്റ്. നമുക്ക് എക്സിറ്റ് ഇറങ്ങി നോക്കാം എങ്ങനെയാണ് വ്യൂ എന്ന്.
നമുക്ക് സാക്രിക്കോറിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഹോട്ട് വൈൻ കിട്ടും ഗൈസ്. ഇതിൻ്റെ സൈഡിലായിട്ടുള്ള ഈ കട കണ്ടോ ഗൈസ്, ഈ കടയിൽ നിന്നാണ് നമുക്ക് ഹോട്ട് വൈൻ കിട്ടുന്നത്. സാക്രിക്കോറിൻ്റെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് സ്റ്റേറ്റ്സ് വൈറ്റ് ഫോർ എവർ എന്നാണ് പറയുന്നത്. അതായത് സാക്രിക്കോറിൻ്റെ ആ വൈറ്റ് കളർ ഫെയ്ഡ് ആവത്തില്ല. ഈവൻ മഴ പെയ്യുമ്പോൾ പോലും ആ വൈറ്റ് കളർ ബ്രൈറ്റായി വരും, തിളക്കം കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. എന്തോ പ്രത്യേകതര കല്ല് വെച്ചിട്ടാണ് അത് പണിതേക്കുന്നത്. ഇത് കണ്ടോ ഗൈസ്, അതിൻ്റെ മുകളിലുള്ള ആൾക്കാരുണ്ട്. അവരവിടെ നിന്ന് വ്യൂ കാണാൻ ഇതിലും ഭംഗിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പോലീസൊക്കെ ഇവിടെ അത്യാവശ്യം എപ്പോഴും കാണും, ചുറ്റും എപ്പോഴും ടൂറിസ്റ്റൊക്കെ ഉള്ളത് കൊണ്ട്. ഇത് കണ്ടോ ഗൈസ്, ഇത് സാക്രിക്കോറിൻ്റെ സൈഡിലുള്ള സ്ട്രീറ്റാണ്, സുവനേഴ്സൊക്കെ ഉള്ള സ്ട്രീറ്റാണ്. കുറേ ഫോട്ടോസ്, ബാറുണ്ട്, കഫേ ഉണ്ട്. ഇത് കണ്ടോ ഗൈസ്, ഇത് മ്യൂസിക് കേൾക്കുന്നതാണ്. സാക്രിക്കോറിൻ്റെ സൈഡിൽ ഇഷ്ടംപോലെ സോനേഴ്സ് ഉണ്ട് ഗൈസ്, കുറേ സാധനങ്ങളുണ്ട്. ആൾക്കാർ അതിൻ്റെ ഓപ്പോസിറ്റ് ബാറുണ്ട്, കഫേ ഉണ്ട്, ഇഷ്ടംപോലെ പർച്ചേസ് ചെയ്യാൻ സാധനങ്ങളുണ്ട്. ആൾക്കാരൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. ഇത് കണ്ടോ ഗൈസ്, ഇത് സോപ്പിൻ്റെ ഒരു ഷോപ്പാണ്. പല ഡിസൈനിൽ സോപ്പ് വച്ചിരിക്കുന്നതാണ് ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, നമ്മുടെ ഐറിസ് കണ്ടുപിടിക്കാനുള്ള സെറ്റപ്പാണ്. ഇത് നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ബട്ട് ഇവിടെ കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി. ഇത് കണ്ടോ ഗൈസ്, ഇത് ക്യാൻഡി ഷോപ്പാണ് ഫ്രം നോർമണ്ടി, ഔട്ടർ പാരീസ് ആണിത്. ഇത് പാരീസിൻ്റെ സൈഡ് സ്ട്രീറ്റിലെ ആൾക്കാർ ഫുൾ ആർട്ടിസ്റ്റാണ്. അവർ പല രീതിയിൽ ആൾക്കാരുടെ പടം വരയ്ക്കുന്നതാണ് ഗൈസ്. ഇത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കണ്ടൊരു വിൻറ്റേജ് കാറാണ് ഗൈസ്. ഓക്കെ ബൈ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.